ഈ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് ഖുറൈശികളിൽ 3000 ആളുകളാണ് കൊല്ലപ്പെട്ടത്, മുസ്ലിങ്ങളിൽ 1000 ആളുകളുമാണ് കൊല്ലപ്പെട്ടത്. ഓക്കെ, ഇവിടെ ഈ ഒരു യുദ്ധം ബദഅത്തിൽ മഅറക ബിൻതിസ്വാറിൽ മുസ്ലിമീൻ, ഈ ഒരു യുദ്ധം ആദ്യത്തിൽ എന്താണ് മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായിരുന്നു. പക്ഷെ ലാക്കിന്ന റുമാദ് അമ്പെയ്ത്തുകാര് ഖാലഫു അംറ റസൂൽ, റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചു. ഞാൻ നേരത്തെ ഇതിന്റെ ചരിത്രം പറഞ്ഞല്ലോ, അവര് റസൂലിന്റെ കൽപ്പന ധിക്കരിച്ചു. വതറകു അമാക്കിനവും, അവരോട് നിൽക്കാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷൻ, ആ ലൊക്കേഷനൊക്കെ അവർ ഉപേക്ഷിച്ചു. എന്നിട്ടോ അവര് താഴെ ഒനീമത്ത് വാരാൻ പോയില്ലേ. ഫസ്തഅല്ലൽ മുശ്രിക്കൂന ദാലിക, അതെന്ത് ചെയ്തു, ഈ ഒരു മുശ്രിക്കീങ്ങള് അല്ലെങ്കിൽ ഈ ഒരു ശത്രുക്കള് എന്ത് ചെയ്തു, അത് ബഹുദൈവ വിശ്വാസികള് അവരെന്ത് ചെയ്തു, അത് ചൂഷണം ചെയ്തു. അവരാരുടെ നേതൃത്വത്തിലായിരുന്നു? ഖാലിദ് ബിൻ വലീദ്, ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലായിരുന്നു ശത്രുപക്ഷം ഉണ്ടായിരുന്നത്. അവരത് ചൂഷണം ചെയ്ത് മുസ്ലിങ്ങളെ എന്ത് ചെയ്തു, ഇതാക്കാൻ തുടങ്ങി, ഓക്കെ, അമ്പെയ്യാൻ തുടങ്ങി. ഫക്കുത്തില, ഈ ഒരു സമയത്ത് മുസ്ലിങ്ങളിൽ 70 ആളുകൾ അതിനുശേഷം മരണപ്പെട്ടു. ടോട്ടൽ ഈ യുദ്ധത്തിൽ മരണപ്പെട്ടത് നമ്മൾ മുകളിൽ പറഞ്ഞു 1000 മുസ്ലിങ്ങളാണ്. പക്ഷെ അതിൽ എന്ത് ചെയ്തു, 1000 മുസ്ലിങ്ങൾ മരണപ്പെട്ടു, 3000 ഖുറൈശികൾ മരണപ്പെട്ടു. ഖുറൈശികൾ യാനി മുശ്രിക്കീങ്ങൾ അവിടെ എന്ത് ചെയ്തു, മരണപ്പെട്ടു. പക്ഷെ ഈ ഒരു നബിയുടെ കൽപ്പന ധിക്കരിച്ച് പോയതിന്റെ ശേഷം വീണ്ടും മുശ്രിക്കീങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ 70 ആളുകൾ മുസ്ലിങ്ങളിൽ നിന്നും 22 ആളുകൾ ഖുറൈശികളിൽ നിന്നും മരിച്ചു. അതായത് അവര് കൊല്ലപ്പെട്ടു. അതായത് എന്ത് ചെയ്തു, ഖുറൈശികളിൽ നിന്ന് കുറച്ചാളെ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ, കൂടുതൽ മുസ്ലിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടു. അതിന് കാരണം എന്താണ്? ഏതൊരു കാര്യത്തിന്റെയും നേതാവ് എന്താണോ പറയുന്നത് അത് കൃത്യമായി നമ്മൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഫാൾട്ടുകൾ സംഭവിക്കും. അപ്പൊ നബി പറഞ്ഞിട്ടുള്ള കാര്യം ആര് കേട്ടില്ല? അവിടെ നിന്നിരുന്ന ആളുകൾ അത് മറന്നുപോയിട്ട് അവര് വേറെ ശ്രദ്ധയിലേക്ക് പോയി. അമ്പെയ്ത്തുകാര് നബിയുടെ കൽപ്പന ധിക്കരിച്ചു. അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഇത്രയും ആളുകൾ എന്ത് ചെയ്ത് കൊല്ലപ്പെടാൻ കാരണം ഉണ്ടായത്. ഓക്കെ, ഖുത്തില ഫീഹി മുഷ്രിക്കൻ വാഹിദൻ, ഇതിൽ ഒരു മുഷ്രിക്കാണ് മരണപ്പെട്ടിട്ടുള്ളത്, ഉബയ്യിബ്നു ഖൽഫ്, ഉബയ്യിബ്നു ഖൽഫ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് ഉബയ്യിബ്നു ഖൽഫ് എന്നാണ്. മറ്റൊരു ഒസ്ബത്താണ് ഒസ്ബത്തു ബനു നളീർ. ഈ ബനു നളീർ എന്ന് പറയുന്നതും ഒരു യഹൂദ ഗോത്രാണ്, അവരോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബൈനൽ യഹൂദ് വ ബനി നളീർ ബാദ മുഹാവിലത്തിഹിം ഇഅ്തിയാലു റസൂൽ, അതായത് റസൂലിനെ വഞ്ചിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ശ്രമിച്ചിരുന്നു ഈ ജൂതഗോത്രക്കാര്. അപ്പൊ ബനു നളീർ എന്ന് പറയുന്ന ആ ഒരു പരമ്പര, ആ ഒരു യഹൂദി പരമ്പരകള് റസൂലും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധമാണ് ഒസ്ബത്തു ബനി നളീർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു യുദ്ധമാണ് ഒസ്ബത്തുൽ ഖന്തഖ്, ഖന്തഖ് യുദ്ധം. ഖന്തഖ് എന്ന് പറഞ്ഞാൽ യാനി കിടങ്ങ് വലിയ കിടങ്ങ് കുഴിച്ചിട്ടുണ്ടായ ഒരു യുദ്ധമാണ് ഖന്തഖ്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ്. തുസമ്മ ഐലൻ ഒസ്വത്തുൽ അഹ്സാബ്, ഒസ്വത്തുൽ അഹ്സാബ് എന്ന പേരിൽ കക്ഷികളായി പിരിഞ്ഞ് എന്നുള്ള ഒരു അർത്ഥത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഖന്തഖ് യുദ്ധം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു തവണ PSC ചോദിച്ചതാണ്, ഒസ്വത്തുൽ അഹ്സാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ഏതാണ്? അപ്പൊ ഖന്തഖ് യുദ്ധമാണ് ഒസ്വത്തുൽ അഹ്സാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതില് പല കക്ഷികളായി പിരിഞ്ഞിട്ട് യുദ്ധം നടന്നു. അതുകൊണ്ടാണ് ഖന്തഖ് അല്ല അഹ്സാബ്, കക്ഷികൾ, സഖ്യകക്ഷികൾ എന്ന പേരിൽ ഈ പേര് അറിയപ്പെടുന്നത്. സൂറത്തുൽ അഹ്സാബ് എന്ന് പറയുന്ന ഒരു സൂറത്തും ഉണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ചരിത്രം ഒന്ന് നോക്കാം. ഖറജ സാദാത്തു ബനുൻ നളീർ, ബനുൻ നളീർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ബനുൻ നളീർ യുദ്ധം ഉണ്ടായിന്ന്. ഈ ബനുൻ നളീറിലെ വലിയ ആളുകൾ, അവിടുത്തെ പ്രമാണിമാര്, അവര് എന്തിനു പുറപ്പെട്ടു? ലി തഹ്രീറി അല ഒസ്ബുൽ മദീന, മദീന യുദ്ധം ചെയ്തിട്ട് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, പുറപ്പെട്ടു. ലമ്മ അലിമൽ മുസ്ലിമൂന അഖ്ബാറുൽ അഹ്സാബ് ഇലൈഹിം, ഈ കക്ഷികള് തങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ള വാർത്ത മുസ്ലിങ്ങൾ അറിഞ്ഞപ്പോൾ അഖദർ റസൂൽ മജ്ലിസുൻ ഇസ്തിഷാരി, നബി എന്ത് ചെയ്തു, ചർച്ച ചെയ്യാനുള്ള ഒരു സഭ എല്ലാവരെയും വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യാൻ തുടങ്ങി. ലിബഹ്സി ഖുത്തഹി ദിഫാ അനിൽ മദീന, അത് മദീനയെ ഉപരോധിക്കാനുള്ള ഒരു ബഹ്സ് ഖുത്ത, അതിന്റെ ഒരു പ്ലാൻ എന്താണെന്നുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്തിഷാരി, ഒരു മുസ്തഷാറ, കൂടിയാലോചനക്ക് എല്ലാരെയും വിളിച്ചുകൂട്ടി. അഷാറ സൽമാൻ അൽ ഫാരിസി, സൽമാൻ അൽ ഫാരിസി എന്ന് പറഞ്ഞാൽ ആരാണ്? പേർഷ്യക്കാരനാണ് അദ്ദേഹം,
പേർഷ്യക്കാരനായിട്ടുള്ള സൽമാനുൽ ഫാരിസി എന്ത് പറഞ്ഞു? ബിഹഫ്രി ഖന്ദഖ് ഹൗലൽ മദീന, മദീനക്ക് ചുറ്റും കടങ്ങ് കുഴിക്കുക, അങ്ങനെ നമുക്ക് അവരെ ഉപരോധിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഐഡിയ മുന്നോട്ട് വെച്ചത് ആരാണ്? പേർഷ്യക്കാരനായിട്ടുള്ള സൽമാനുൽ ഫാരിസിയാണ്. പേർഷ്യക്കാരുടെ ഒരു യുദ്ധതന്ത്രമായിരുന്നു എന്ത്? ഈ കിടങ്ങ് കുഴിച്ചിട്ടുള്ള യുദ്ധം. വലിയ കിടങ്ങ് കുഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? ശത്രുക്കൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കൂല. അപ്പൊ ആ ഒരു യുദ്ധം ആരാണ് പറഞ്ഞു കൊടുത്തത്? ആ ഒരു പ്ലാന് പറഞ്ഞു കൊടുത്തത് ആരാണ്? സൽമാനുൽ ഫാരിസിയാണ്. ആ പേരൊക്കെ നോട്ട് ചെയ്യണം. അങ്ങനെ അങ്ങനെ ഈ മുഷ്രിക്കീങ്ങൾ ഇവിടെ എത്തിയപ്പോ അവർ ഈ വലിയ കടങ്ങ് കണ്ടു. അജബു, അവരെന്ത് ചെയ്തു? അത്ഭുതപ്പെട്ടു. ലിയന്നൽ അറബ് ലം താരിഫ് ഖബ്ല ദാലിക, കാരണം എന്താണ്? അറബികൾക്ക് അതിനു മുമ്പ് ഈ കടങ്ങ് എന്താണ് അറിയ പോലും ഉണ്ടായിരുന്നില്ല. അവരതാകെ അന്തം വിട്ടുപോയി. ഫജാഉ ഇല ഫർൽ ഹിസാർ അൽ മദീന വഹാവലു മറാറൻ വലം യജ്രി ഹുനാക ഖിതാൽ മുബാഷിർ. അവരെന്ത് ചെയ്തു? കുറെ ശ്രമിച്ചു കടങ്ങ് കടന്ന് ഇങ്ങോട്ടൊക്കെ വരാന്, പക്ഷെ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ എന്താണ്? വലം യജ്രി ഹുനാക ഖിതാൽ മുബാഷിർ, ഡയറക്റ്റ് യുദ്ധം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് എന്താണ്? കടങ്ങ് കടന്നിട്ട് ഇങ്ങോട്ടേക്കുള്ള മദീനയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മുബാഷിറായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധം അവിടെ നടന്നിട്ടില്ല. ഇനി മറ്റൊരു യുദ്ധമാണ് ഖൈബർ, ഗസ്വത്തു ഖൈബർ. ഖൈബർ യുദ്ധം നടന്നിട്ടുള്ളത് മുസ്ലിങ്ങൾക്കും യഹൂദികൾക്കും ഇടയിലാണ്. യഹൂദിയാനി ജൂതന്മാരിലെ. ഫതഹൽ മുസ്ലിമൂൻ, ഇതിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. വഅഗ്ലബു അലാ ഹസ്നിൽ യഹൂദ്, അവരെന്താണ്? യഹൂദികളുടെ കോട്ടകളൊക്കെ എന്ത് ചെയ്തു? മുസ്ലിങ്ങൾ കവർന്നെടുത്തു. ഓക്കെ. ഖത്ലൽ ഖൈബർ, ഖൈബറിൽ ഏകദേശം 16 മുതൽ 19 ആളുകൾ മുസ്ലിങ്ങളിൽ നിന്നും ജൂതന്മാരിൽ നിന്ന് 93ഓളം ആളുകളും കൊല്ലപ്പെട്ടു. ജസ്റ്റ് ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്നാണ് അസ്വത്തു ദാത്തുർ യുദ്ധം. ഇത് മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ 3 പ്രധാന ബനു ഇത്ഫാനിലെ അല്ലെങ്കിൽ ഇത്ഫാൻ ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ബനു സഅലബ, ബനു മുഹാറബ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ടിട്ടുള്ള ഗോത്രങ്ങളും മുസ്ലിങ്ങൾക്കും ഇടയിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് അസ്വത്തു ദാത്തുർ റിഖാബ്. ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അസ്വത്ത് മുഹാറബ്, അസ്വത്ത് ബനു അൻമാർ, അസ്വത്ത് ബനു സഅലബ, അസ്വത്ത് സലാത്തുൽ ഖൗഫ്, ഇങ്ങനത്തെ പല പേരിലും ഈ ഒരു യുദ്ധം അറിയപ്പെടുന്നുണ്ട്. സ്വലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയഭക്തിയുടെ നമസ്കാരം, അല്ലെ? ഭയഭക്തിയുടെ നമസ്കാരം. നമുക്ക് ഭയത്തിന്റെ നമസ്കാരം. ഭയം ഉണ്ടാവുന്ന സമയത്ത് ഉള്ള നമസ്കാരത്തിനെയാണ് സ്വലാത്തുൽ ഖൗഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്വലാത്തുൽ ഖൗഫ് യുദ്ധം എന്നത് അറിയപ്പെടുന്നുണ്ട്. അതെന്താ കാരണം എന്ന് നോക്കാം. റസൂൽ ബി അസ്ഹാബിഹി, അതായത് റസൂല് തന്റെ സഹാബിമാരുടെ കൂടെ പുറപ്പെട്ട സമയത്ത് ഇൽതഖു മഅ ഇത്ഫാൻ, ഈ ഇത്ഫാൻ ഗോത്രത്തിലെ ആളുകളുമായിട്ട് കണ്ടുമുട്ടുകയാണ്. വഖ്തറബൻ നാസ് മിൻ ബഅലഹും അൽ ബഅൽ, ഭയങ്കര മുസ്ലിങ്ങളും ഇത്ഫാൻ ഗോത്രമൊക്കെ ഭയങ്കര ഫൈറ്റിങ്ങിൽ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആളുകൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കടന്നു പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട്. വഖൂൽ ഖിതാൽ ഫീമാ ബൈനഹും, ജനങ്ങൾ അവരിങ്ങനെ കണ്ടിങ്ങനെ ഇപ്പൊ യുദ്ധം ഉണ്ടാവും എന്നുള്ള ലെവലിൽ ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പൊ ഫഖാഫന്നാസ്, ജനങ്ങൾ എന്നെ ഭയപ്പെട്ടു. വസ്വല്ല റസൂലും ഭയപ്പെട്ടു. കാരണം ഒരു കാരണമില്ലാതെ കണ്ടതിന്റെ പേരിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടാവാൻ ഇങ്ങനെ പോവാണ്. അതിൽ റസൂല് ഭയപ്പെട്ടിട്ട് റസൂൽ എന്ത് ചെയ്തു? സ്വലാത്തുൽ ഖൗഫ്, അതായത് ഭയത്തിന്റെ നമസ്കാരം നമസ്കരിച്ചു. അങ്ങനെ പിന്നെ അവിടെ യുദ്ധം ഇല്ലാതെ അതങ്ങനെ ആ ഒരു പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ് ഉണ്ടായത്. അപ്പൊ അസ്വത്തു ദാത്തുർ റിഖാ എന്നത് അറിയപ്പെടുന്നു. ഇനി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു യുദ്ധമാണ് ഗസ്വത്തു ഫത്ഹ് മക്ക, മക്ക വിജയ യുദ്ധം, അല്ലെ? മക്ക വിജയ യുദ്ധം. ഓരോ യുദ്ധത്തിനും ഓരോ നബി, അതായത് നബിയുടെ ഗസ്വത്തിന്റെ പ്രത്യേകത എന്താണ്? ചിലത് ഭയങ്കരമായിട്ടുള്ള ഉഹദൊക്കെ പോലത്തെ ഭയങ്കരമായിട്ടുള്ള ബദറൊക്കെ പോലത്തെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ചിലത് ഡയറക്റ്റ് യുദ്ധങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ട്. ചിലത് ഇവർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ആളുകൾ വരാതിരുന്നിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഓസ്വാത്തുകൾ നടന്നിട്ടുള്ളത്. അപ്പൊ എല്ലാതും എന്താണ്? അമ്പുവില്ല ചെയ്യുന്ന യുദ്ധങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഓക്കെ. ഗസ്വത്ത് ഫതഹ് മക്ക, മക്ക വിജയിച്ചിട്ടുള്ള, അതായത് നമുക്കറിയാം നബി പ്രബോധനം ചെയ്തപ്പോ ഇവിടുത്തെ ആളുകൾ വല്ലാതെ ദ്രോഹിച്ചപ്പോഴാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മദീനയിൽ വെച്ചിട്ടാണ് അവർ ഇത്രയും യുദ്ധങ്ങൾ ചെയ്ത് ഒരുപാട് സ്ഥലങ്ങള് ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നത്. അങ്ങനെ മക്ക എന്ത് ചെയ്യാണ്? ഇസ്ലാമിന്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് ഗസ്വത്ത് ഫതഹ് മക്ക, മക്ക വിജയ യുദ്ധം എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഹിജ്റ 8-ാം വർഷം റമളാൻ 20-നാണ് ഈ ഒരു യുദ്ധം നടക്കുന്നത്. ഇൻതഹത്ത് ഖുറൈശ് സുൽഹൽ ഹുദൈബിയ,
ഹുദൈബിയ സന്ധിയിലാണ് ഈ ഒരു യുദ്ധം നിൽക്കുന്നത്. അതായത് ഖുറൈശികളും മുസ്ലിങ്ങളും ഇടയിൽ നടക്കുന്ന വല്ലാത്തൊരു യുദ്ധമാണ്. ഹിജ്റ 8-ാം വർഷമാണ് ഇത് നടക്കുന്നത്. അവസാനം ഖുറൈശികൾ ഏകദേശം പെട്ടെന്ന് തന്നെ ഖുറൈശികൾക്ക് തോൽക്കും എന്നുള്ളത് അറിയാം. കാരണം മുസ്ലിങ്ങളുടെ ശക്തി അത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, ഹുദൈബിയ എന്ന് പറയുന്ന ഒരു സന്ധി വെക്കുകയാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കരുത് എന്നും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ, അതായത് ഹുദൈബിയ സന്ധി കുറെ പറഞ്ഞിരുന്നു, അത് തെറ്റിച്ചു കഴിഞ്ഞാൽ മക്ക എന്ത് ചെയ്യും, മുസ്ലിങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്ന ഒരു സന്ധി അവരവിടെ ഒപ്പുവെച്ചിരുന്നു. ഹിജ്റ 8-ാം വർഷമാണ്. ഹുദൈബിയ സന്ധി നടന്ന വർഷം ഏതാന്ന് ചോദിച്ചിരുന്നു ഒരു തവണ PSC-യില്. ഹിജ്റ 8-ാം വർഷമാണ് ഹുദൈബിയ സന്ധി നടന്നിട്ടുള്ളത്. അത് പിന്നീട് ഈ മുശ്രിക്കുകള് മുസ്ലിങ്ങളെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ നടന്നു. അങ്ങനെ ഈ ഒരു സന്ധി എന്ത് ചെയ്യാണ്, ഈ ഖുറൈശികൾ തന്നെ ലംഘിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇവര് മക്ക പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം നടക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങള് ഏകദേശം 15,000 ആളുകളുമായിട്ട് എന്താണ് മുന്നോട്ട് വരികയാണ്. ഫഖറജൻ നബി മഅ ജയ്ഷിൻ ലിഫതഹി മക്ക. അങ്ങനെ നബി എന്ത് ചെയ്തു, മക്ക വിജയിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം നബി സൈന്യവുമായിട്ട് മക്കയിൽ പ്രവേശിച്ചു. വതഹറക്കൽ ജയ്ഷ് ഹത്താ വസ്വല മക്ക. അങ്ങനെ എന്ത് ചെയ്തു, ഫദഖലഹ സൽമൻ ദൂനൽ ഖിതാൽ. അതായത് നബി ഇത്രയും വലിയ സൈന്യമായിട്ട് വരുന്നത് കണ്ടപ്പോ ആര് ഭയപ്പെടുകയാണ്, നമ്മുടെ പിന്നെ ഖുറൈശികൾ ഭയപ്പെടാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, വളരെ ഫദഖലഹ സലമൻ ദൂന ഖിതാൽ, ഒരു യുദ്ധവും കൂടാതെ വളരെ സമാധാനപരമായിട്ടാണ് മക്കയിലേക്ക് വന്നത്. കാരണം മുസ്ലിങ്ങളോട് പിടിച്ചു നിൽക്കാൻ ഖുറൈശികൾക്ക് ആവില്ല. അവരെന്താണ് സ്വമേധയ അവിടെ കീഴടങ്ങാണ് ചെയ്യുന്നത്. തുമ്മ ജാൽ കാബ. അങ്ങനെ നബി കാബയുടെ അടുത്തേക്ക് വന്നു. ഫത്തോഫ ബിഹ. കാബയെ എന്ത് ചെയ്തു, പ്രദക്ഷിണം ചെയ്തു. വ അമറ ബിലാൽ ബിൻ റബാഹ്. ബിലാൽ ബിൻ റബാഹിനോട് എന്തിനാ കൽപ്പിച്ചത്, അയ്യസഅദൽ കാബ, കാബയുടെ മുകളിൽ കയറാൻ, കാബയിൽ കയറാൻ കൽപ്പിച്ചു. ഫയുദൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അങ്ങനെ നബിയുടെ മുഅദ്ദിന്, അതായത് ബാങ്ക് കൊടുക്കുന്ന ആളായിരുന്നു ബിലാൽ ബിൻ റബാഹ് എന്ന് പറയുന്ന സ്വഹാബി. അങ്ങനെ ബിലാൽ ബിൻ റബാഹ് കാബയിൽ കയറി ബാങ്ക് കൊടുക്കുകയും കാബയും മക്കയും എന്ത് ചെയ്തു, മുസ്ലിങ്ങൾക്ക് അധീനമാവുകയും ചെയ്തു. ഈ ഒരു യുദ്ധമാണ് ഗസ്വത്തു ഫതഹ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. മക്ക വിജയം. ഓക്കെ, അടുത്തത് ഗസ്വത്തു ഹുനൈൻ. ഹുനൈൻ യുദ്ധം. ഈ ഹുനൈൻ യുദ്ധം മുസ്ലിങ്ങൾക്കും അതുപോലെ ഹവാസിൻ, തസ്ഖീഫ് എന്ന് പറയുന്ന 2 കബീലകൾക്കും ഇടയിൽ നടന്നിട്ടുള്ള യുദ്ധമാണ്. ഇതിലും മുസ്ലിങ്ങളാണ് വിജയിച്ചിട്ടുള്ളത്. ഇൻതസറ ജയ്ഷുൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ സൈന്യം അതിൽ വിജയിച്ചു. അതുപോലെ തബൂക്ക് യുദ്ധം. തബൂക്ക് യുദ്ധത്തിന്റെ മറ്റൊരു പേരാണ് ഗസ്വത്തുൽ ഉസ്ര, പ്രയാസമുള്ള യുദ്ധം അല്ലെ. ഗസ്വത്തുൽ ഉസ്ര എന്നാണ് തബൂക്ക് യുദ്ധത്തിന്റെ മറ്റൊരു പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ള അവസാന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആഖിറു അസ്വ, അവസാന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ഗസ്വത്തുൽ ഉസ്ര എന്നാണ് അതിന് മറ്റൊരു പേര് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നബിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. എന്താണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 ഭാര്യമാരും അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ടുള്ള ഒരു അടിമ സ്ത്രീയുണ്ട്, അവരെയും കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞു. അതുപോലെ നബിയുടെ ബനാത്ത് വ ഔലാദ്, മക്കളെ കുറിച്ചിട്ട് ആരൊക്കെയാണ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഏരിയ ആണ് കേട്ടോ. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. നബിയുടെ മക്കളുടെ പേരൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണ്, ഓരോ യുദ്ധത്തിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവിടെ പഠിച്ചു വെക്കാം. കാരണം വൈഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നമ്മളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്തിട്ടും ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ ഇതുവരെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കുക, കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ശരിയായിട്ടുള്ള ആൻസർ തെരഞ്ഞെടുക്കാൻ കഴിയും. കാരണം ചിലപ്പോൾ നമുക്ക് ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ആൻസർ അറിയലുണ്ടാവില്ല. അങ്ങനെ വരികയാണെങ്കിലും ബാക്കി 3 ഓപ്ഷനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് നമുക്ക് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഓപ്ഷൻസിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ കറക്റ്റ് ആൻസർ കിട്ടും. അങ്ങനത്തെ കുറെ ആൻസർ ചെയ്യാനുള്ള കുറച്ച് ട്രിക്കുകൾ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കാൻ. ശുക്രൻ ലക്കും ലിഹുസ്നി ഇസ്തിമാഇക്കും.